ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്നാണ് ഗവർണർ പറയുന്നത്. അത് സംബന്ധിച്ച് ഗവർണർ സർവകലാശാലകൾക്ക് സർക്കുലർ നൽകി. കേരള സർവകലാശാലയിൽ കഴിഞ്ഞ ദിവസം VC ഓഗസ്റ്റ് 14 കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള എല്ലാ കോളേജുകളിലും ഓഗസ്റ്റ് 14 തീയതി വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്ന് VC ഒരു സർക്കുലർ ഇറക്കുന്നു. പക്ഷേ അത് പിൻവലിക്കേണ്ട ഒരു സാഹചര്യം, അതൊന്നും മയപ്പെടുത്തേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. എന്താണ് ഇത്തരത്തിൽ ഒരു കൺഫ്യൂഷനിലേക്ക് കേരള VC കൊണ്ടുചെന്ന് എത്തിച്ചത് എന്ന് പരിശോധിക്കാം. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. ഒരു സിനിമയിൽ കുതിരവട്ടം പപ്പുവിൻ്റെ കഥാപാത്രമാണെന്ന് തോന്നുന്നു, പറയുന്നുണ്ട്. ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ആ ഒരു അവസ്ഥയിലാണോ ഇപ്പോൾ കേരള VC ഉള്ളത്? തീർച്ചയായും വിനിഷ, ആ ഒരു ആശയക്കുഴപ്പത്തിൽ തന്നെയാണ് കേരള VC മോഹനൻ കുന്നുമ്മൽ ഉള്ളത് എന്നുള്ള കാര്യം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗവർണറാണ് ഇത് സംബന്ധിച്ചിട്ടുള്ളൊരു നിർദ്ദേശം VC-മാർക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. വിഭജന ഭീതി ദിനം ഓഗസ്റ്റ് 14 ആചരിക്കണം എന്നുള്ള കാര്യത്തിൽ. അതിനെ തൊട്ടു പിന്നാലെ തന്നെ കഴിഞ്ഞ ദിവസം രാവിലെയാണ് കേരള സർവകലാശാല വൈസ് ചാൻസലറായിട്ടുള്ള മോഹനൻ കുന്നുമ്മൽ ഒരു സർക്കുലർ കോളേജുകൾക്കായി ഇറക്കുന്നു. കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള എല്ലാ കോളേജുകളിലും ഈ ഓഗസ്റ്റ് 14 എന്ന് പറയുന്നത്, അതായത് നാളെ വിഭജന ഭീതി ദിനമായി ആചരിക്കണം, അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടതാണ് എന്നുള്ളൊരു ഉത്തരവ് സർക്കുലർ ഇറക്കുന്നു. ഈ സർക്കുലർ ഇറക്കിയതിന് തൊട്ടു പിന്നാലെ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നു വരുന്നു. കാരണം നമുക്കറിയാം, മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വ്യക്തമാക്കിയിരുന്നു എന്താണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് ഇതിലെന്നുള്ളത്. അത്തരത്തിലൊരു കാര്യത്തെ സംസ്ഥാന സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതിനെതിരെ ശക്തമായ ഭാഷയിൽ തന്നെ വിമർശിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ കേരള സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ അതിനെതിരെ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു. SFI ആകട്ടെ കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ ക്യാമ്പസുകളിൽ അത്തരത്തിലൊരു നീക്കമുണ്ടായാൽ അതിനെ തടയും എന്ന് പ്രഖ്യാപിക്കുന്നു. കടുത്ത പ്രതിഷേധം തന്നെ നേരിടേണ്ടി വരും എന്ന് പ്രഖ്യാപിക്കുന്നു. ഇതേ തുടർന്നാണ് ഒരു മയപ്പെടുത്തലിലേക്ക് പെട്ടെന്ന് തന്നെ, അതായത് ഇന്നലെ രാവിലെയാണ് ഈ സർക്കുലർ ഇറക്കിയെങ്കിൽ ഏകദേശം ഉച്ചയോടുകൂടി മയപ്പെടുത്തി മറ്റൊരു സർക്കുലർ വരുന്നതാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചത്. അതിൽ പറയുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇതിൽ ഉള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഭജന ഭീതി ദിനം എന്നുള്ളത് ആചരിക്കണമോ വേണ്ടയോ എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഏതായാലും മുകളിൽ നിന്നുള്ളവർ ബന്ധപ്പെട്ടവരുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കാനാണ് തീരുമാനം എന്ന തരത്തിലൊരു മയപ്പെടുത്തലാണ് പിന്നീട് ഇറങ്ങിയ സർക്കുലറിൽ കണ്ടത്. പക്ഷേ അപ്പോൾ VC വാദം എന്ന് പറയുന്നത് അത് താൻ അറിഞ്ഞിട്ടിറക്കിയ സർക്കുലർ അല്ല എന്നുള്ളൊരു വാദമായിരുന്നു. പക്ഷേ പിന്നീട് വീണ്ടും VC-യോട് നമ്മൾ ഇക്കാര്യം ചോദിക്കുമ്പോൾ അത് നിഷേധിക്കുവാൻ VC തയ്യാറാകാത്തൊരു സാഹചര്യമുണ്ടായി. അങ്ങനെ ആകെ ഒരു ആശയക്കുഴപ്പത്തിലാണ് VC എന്നുള്ളതാണ്. കാരണം വലിയ തോതിലുള്ള പ്രതിഷേധം നേരിടേണ്ടി വരും. അതിൻ്റെ ഇന്ന് തന്നെ വലിയൊരു പ്രതിഷേധം SFI ഇവിടെ കേരള സർവകലാശാലയുടെ ആസ്ഥാനത്തേക്ക് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ SFIയുടെ പ്രതിഷേധം, അതിന് പുറമെ സിൻഡിക്കേറ്റ് പ്രതിഷേധത്തിലാണ്. അങ്ങനെ വലിയ പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഏറെ നിർണായകമാണ്. ഇന്ന് എന്ത് നിലപാടായിരിക്കും കേരള സർവകലാശാലയുടെ താൽക്കാലിക VC ആയിട്ടുള്ള മോഹനൻ കുന്നുമ്മൽ സ്വീകരിക്കുന്നത് എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും നാളെ ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ളൊരു ദിനാചരണം നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലും വ്യക്തത വരിക. ഏതായാലും ഇന്നത്തെ ദിവസം ഏറെ നിർണായകം തന്നെയാണ് വിനിഷ. മറ്റ് സർവകലാശാലകളിൽ VC-മാർ എല്ലാവരും തന്നെ ഇത്തരത്തിൽ ഈ വിഭജന ഭീതി ദിനം, ഹൊറർ ഡേ ആഘോഷിക്കണം, ആചരിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് കൂടെ മനസ്സിലാക്കുന്നുണ്ട് അല്ലേ ഷീജ? SFI അത് എന്തായാലും ഏത് കോളേജിൽ എന്ത് പരിപാടി ഇതുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ചാലും തടയുമെന്ന് SFI-യും പറഞ്ഞു വയ്ക്കുന്നു. തീർച്ചയായും വിനിഷ, ഏതൊക്കെ ക്യാമ്പസുകളിൽ, ഏതൊക്കെ സർവകലാശാലകൾക്ക് കീഴിലുള്ള ക്യാമ്പസുകളിലാണോ അത്തരത്തിലൊരു തീരുമാനം VC-മാർ സ്വീകരിക്കുന്നത്, അവിടെയൊക്കെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തുക, അതോടൊപ്പം തന്നെ അത്തരത്തിലൊരു ദിനാചരണം നടത്തുകയാണെങ്കിൽ അതിനെ തടയുക എന്നുള്ളൊരു തീരുമാനം തന്നെയാണ് വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SFI തീരുമാനിച്ചിരിക്കുന്നത്. ഒരു തരത്തിലും സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ ഇത്തരത്തിലൊരു ദിനാചരണം നടത്താൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടാണ് കഴിഞ്ഞ ദിവസം SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ക്യാമ്പസിലും ഇത്തരത്തിൽ ഒരു വിഭജന ഭീതി ദിനം ആചരിക്കുവാൻ വേണ്ടി അനുവദിക്കുകയില്ല. അതിന് ഏതൊക്കെ സർവകലാശാലകളുടെ VC-മാർ നിർദ്ദേശം നൽകുന്നു അതൊക്കെ അടിയന്തരമായി പിൻവലിക്കണം എന്നുള്ളൊരാവശ്യം തന്നെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ന് ആ നിർദ്ദേശം സർക്കുലർ പിൻവലിക്കാത്ത പക്ഷം കടുത്ത പ്രതിഷേധം അത് ഓരോ സർവകലാശാലയ്ക്ക് മുന്നിലും സംഘടിപ്പിക്കാൻ കൂടി തന്നെയാണ് നിലവിലിപ്പോൾ SFI തീരുമാനിച്ചിരിക്കുന്നത്. വിനിഷ.
ശരി, ഷീജയാണ് വിശദാംശങ്ങൾ വ്യക്തമാക്കിയത്. എന്തായാലും ഇന്ന് കേരള സർവകലാശാലയിലേക്ക് SFIയുടെ പ്രതിഷേധ മാർച്ചുണ്ട്. എന്താണ് VC മോഹനൻ കുന്നുമ്മൽ ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കുന്നത് എന്ന് തന്നെയാണ് അറിയാനുള്ളത്. SFIയെ എന്തായാലും ഓരോ ദിനത്തിൻ്റെ സവിശേഷതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കേണ്ട കാര്യമോ പഠിപ്പിക്കേണ്ട കാര്യമോ ഒന്നുമില്ല. അത്തരത്തിലുള്ള ചരിത്രങ്ങളിലൂടെ തന്നെ കടന്നു വന്ന പ്രസ്ഥാനമാണ്, വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SFI എന്ന് പറയുന്നത്. ഓരോ ദിനത്തിൻ്റെയും പ്രത്യേകത SFIക്കാർക്ക് അറിയാം.